ദ ജേർണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ച ഇസ്രായേലിന് ഗുരുതരമായ തിരിച്ചടിയാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്നതിൻ്റെ എല്ലാ തെളിവുകളും പുറത്തു വരുന്ന അതേ ഘട്ടത്തിൽ ഹമാസും ഇസ്രായേലിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഹമാസിൻ്റെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ യുദ്ധ സാഹചര്യം കുറെ കൂടി സങ്കീർണമാക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കുറെ കൂടി രൂക്ഷമാക്കുന്ന വിധത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അഭയാർത്ഥികളായി നിലവിൽ കയ്യിലുള്ള, അല്ലെങ്കിൽ ബന്ദികളായി നിലവിൽ ഹമാസിൻ്റെ കയ്യിലുള്ള 100-ലധികം പേരിൽ 33 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ഹമാസ് ഇപ്പോൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന, വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, രാഷ്ട്രീയപരമായി വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു വലിയ പ്രഖ്യാപനമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബന്ദികളെ മുഴുവൻ ജീവനോടെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് തങ്ങൾ ഇപ്പോഴും ഗസയിലേക്ക് യുദ്ധം നടത്തുന്നത്, അല്ലെങ്കിൽ ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നത് പോലും തങ്ങളുടെ പ്രതിരോധിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായി, ബന്ദികളെ വിട്ടുകിട്ടാനുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ് എന്ന് ഇസ്രായേൽ പറയുന്ന അതേ സമയത്താണ് ബന്ദികൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ടു എന്ന് ഹമാസ് വെളിപ്പെടുത്തുന്നത്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ പരാജയമാണ്, വലിയ തിരിച്ചടിയാണ്. ബന്ദികൾ ഇന്നല്ലെങ്കിൽ നാളെ തിരികെ വരുമെന്ന് കരുതിയിരുന്ന ഇസ്രായേലിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനതയ്ക്ക് മേലുള്ള ഒരു ഇടിത്തിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് പറയുന്നത് ഞങ്ങളല്ല ഇതിന് കാരണക്കാർ, മറിച്ച് ഇസ്രായേൽ തന്നെയാണ്. അതായത് ഇസ്രായേൽ സൈന്യം ഗസയിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ തീവ്രമായ ആക്രമണങ്ങളുടെ ബാക്കി പത്രമാണ് ഈ മരണസംഖ്യ എന്നാണ് ഹമാസ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ സൈന്യം ഗസയിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ആക്രമണം, അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണം, ആശുപത്രി കെട്ടിടങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം, അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പല മേഖലകളിലേക്കും നടത്തിയ വ്യോമാക്രമണമൊക്കെ ഈ പറയുന്ന ബന്ദികളുടെ മരണത്തിലാണ് കലാശിച്ചത് എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഹമാസ് പുറത്തുവിടുന്നത്. അതായത് 33 പേർ കൊല്ലപ്പെട്ടു. അതിലേറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടയാൾ ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടയാളാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന് കാരണം ഇസ്രായേൽ സൈന്യത്തിൻ്റെ തുടർച്ചയായ ബോംബിംഗ് ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഇസ്രായേൽ വിമാനങ്ങൾ കൂട്ടത്തോടെ വന്ന് ബോംബുകൾ വർഷിച്ചതിനിടയിൽപ്പെട്ടാണ് ഈ ബന്ദികൾ കൊല്ലപ്പെട്ടത് എന്ന് ഹമാസ് പറയുന്നു. വടക്കൻ ഗസയിൽ നടക്കുന്ന ഇസ്രായേലി സൈന്യത്തിൻ്റെ ടാങ്കുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഏറ്റവും ഒടുവിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാണ് ഈ മരണങ്ങൾക്ക് മുഴുവൻ കാരണക്കാരെന്നാണ് ഹമാസ് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വലിയ തിരിച്ചടിയാകുന്ന വിധത്തിൽ 2014 ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന മോർഷേൽ യയൂൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതിഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ്, ജനറ്റിക് ആയിട്ടുള്ള ഒരു വംശശുദ്ധീകരണമാണ് അവിടെ നടക്കുന്നത്. ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയെ ഉണ്ടാക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേലിൻ്റെ തൊട്ടുമുന്നത്തെ പ്രതിരോധ മന്ത്രിയായ യോവ് ഗലൻറ്റും ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധിനിവേശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയിരുന്നു. ഹമാസ് ഇപ്പോഴും വിജയിച്ചു നിൽക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന് വലിയ പരാജയം ഏറ്റുവാങ്ങുകയാണ്. ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഗസയിൽ തുടർന്നാൽ അത് ഇസ്രായേൽ സൈനികരുടെ ജീവന് പോലും അപകടമാണ് എന്ന നിലയിലൊക്കെ യോ ഗലൻറ്റും മുൻ പ്രതിരോധ മന്ത്രിയും വാചകങ്ങളുമായി, അല്ലെങ്കിൽ അവകാശവാദങ്ങൾ, അല്ലെങ്കിൽ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നെതന്യാഹു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹമാസിൻ്റെ തലവൻ യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതോടുകൂടി ഹമാസിൻ്റെ അന്ത്യമായി കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന അതേ സമയത്താണ് ഹമാസ് തങ്ങളുടെ പക്കലുള്ള ബന്ദികളുടെ വീഡിയോകൾ, അവരുടെ വാചകങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് പ്രദർശിപ്പിച്ചത്. അതിൽ ബന്ദികളിൽ ഒരാൾ കൃത്യമായി പറയുന്നുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടണം. നെതന്യാഹു ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നെതന്യാഹു എത്രയും വേഗം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. എന്തെങ്കിലും കരാറുകളിൽ ഒപ്പുവയ്ക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് രക്ഷയേകുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയോ വേണം. ഇപ്പോൾ നടത്തുന്ന ഇടപെടലുകളൊന്നും ഞങ്ങളുടെ രക്ഷയ്ക്ക് പര്യാപ്തമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നെതന്യാഹുവും ട്രംപും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ്
എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ബന്ദിയുടെ വീഡിയോയിൽ അയാൾ തന്നെ പറയുന്നത്. എന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള പ്രതിരോധത്തിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി പോവുകയാണ്. കാരണം ബന്ദികളുടെ വീഡിയോ ഹമാസ് കൃത്യമായി തന്നെ പുറത്തുവിടുന്നു. കൂടുതൽ ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന നടുക്കുന്ന വിവരങ്ങൾ ഹമാസ് പുറത്തുവിടുന്നു. അതെവിടെയൊക്കെ വെച്ചാണ്, എങ്ങനെയൊക്കെയാണ്, ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്ന് കൃത്യമായി തന്നെ ഹമാസ് പുറത്തുവിടുമ്പോൾ അത് ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധ തിരമാലകൾ ഉയർത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 13 മാസമായി, അതായത് ഒരു വർഷത്തിനു മേലെയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് യുദ്ധം രൂക്ഷമാകും തോറും നെതന്യാഹു പറയുന്നത് ഞങ്ങളുടെ ജനതയ്ക്ക് സമാധാനമായി ഉറങ്ങണം, ബന്ദികളെ മുഴുവൻ ജീവനോടെ തിരിച്ചു കൊണ്ടുവരണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം നടത്തുന്നത്, ഇത് ഞങ്ങളുടെ പ്രതിരോധിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെയാണ് നെതന്യാഹു നടത്തിയത്. പക്ഷേ ജനങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിലെ പൗരന്മാർ നോക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പായി കാണുന്നില്ല. അതായത് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല, ബന്ദികൾ കൊല്ലപ്പെടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും വരുന്നത്. അതിനുമപ്പുറം സംഭവിക്കുന്നത് എന്താണ്? ഈ ബന്ദികൾക്ക് ഒരു തരത്തിലുള്ള രക്ഷയും കിട്ടുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നു. അത് ഇസ്രായേലിലെ ജനങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പോൾ ഹമാസ് ഒന്നുമല്ല അതിന് തകർത്തു, അതിന് തീർത്തു എന്നൊക്കെ പ്രധാനമന്ത്രിയും കൂട്ടരും പറയുന്നത് നുണയാണ്, പച്ച നുണയാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ നിലപാടെടുക്കുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് ഇസ്രായേലിലെമ്പാടും പോകുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെയും ഇസ്രായേലിലെ മാധ്യമങ്ങളിലെയും ചില വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് അവിടെ വീണ്ടും പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർന്നു തുടങ്ങി. പ്രത്യേകിച്ചും ഹമാസ് 33 ബന്ദികളെ, 100-ലധികം ബന്ദികൾ മാത്രമേ ഇപ്പോൾ ഹമാസിൻ്റെ കൈവശമുള്ളൂ, ബാക്കി ബന്ദികളെ പലപ്പോഴായിട്ടുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ചിലർ മരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന ഈ 100-ലധികം, 100-നോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഖ്യയുടെ ഉള്ളിൽ വരുന്ന അമേരിക്കൻ പൗരന്മാരുൾപ്പെടെയുള്ള ബന്ദികളിൽ 33 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ടാകുന്ന നാണക്കേട്, സ്വന്തം രാജ്യത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന തിരിച്ചടിയുടെ തീവ്രത ഒക്കെ വർദ്ധിക്കുകയാണ്. ഇത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് വലിയ, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്, തലവേദനയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, മുൻ പ്രതിരോധ മന്ത്രിമാരായിട്ടുള്ള 2 പേർ, ഒന്ന് 2014 പ്രതിരോധ മന്ത്രിയും ഒന്ന് തൊട്ട് മുമ്പുണ്ടായിരുന്ന, അതായത് ഇപ്പോൾ പുതിയ പ്രതിരോധ മന്ത്രിയെ അവരോധിച്ചിരിക്കുകയാണ് ഇസ്രായേലിൽ, അതിനു മുമ്പുണ്ടായിരുന്ന പ്രതിരോധ മന്ത്രി യോഗലൻഡാണ് പലപ്പോഴും ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവായി അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസിനെതിരെയൊക്കെ പലപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളത്. ആ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ യുദ്ധകാര്യങ്ങളിൽ വലിയ അറിവുള്ള, യുദ്ധകാര്യങ്ങളിൽ അതായത് പ്രത്യേകിച്ചും പലസ്തീനുമായിട്ടൊക്കെയുള്ള യുദ്ധത്തിൽ, ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും വന്നിട്ട് പറയുകയാണ് ഇസ്രായേൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണ്, ഒരു വല്ലാത്ത രീതിയിലുള്ള വംശശുദ്ധീകരണമാണ് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളിലേക്ക് പോവുകയാണ്. ഇസ്രായേലിൻ്റെ നടപടി, നെതന്യാഹുവിൻ്റെ നടപടി തീർത്തും തെറ്റാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്ന് മാത്രമല്ല, വെടിനിർത്തൽ കരാർ തുടർച്ചയായി ഇസ്രായേൽ ലംഘിക്കുന്നതുകൊണ്ട് തന്നെ അമേരിക്കയും അതുപോലെ തന്നെ ഫ്രാൻസും ഈ വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ഈ 2 രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസുമായുള്ള യുദ്ധത്തിൽ തോറ്റമ്പി നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഹമാസ് അവസാനിച്ചിട്ടില്ല, അവർ ഓരോ ദിവസവും ബന്ദികളുടെ വീഡിയോ പുറത്തുവിടുന്നു, ഇത്രയധികം ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കണക്കുകൾ പുറത്തുവിടുന്നു. യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിന് ശേഷവും ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. ഒരിക്കലും ഹമാസിൻ്റെ പ്രവർത്തനം അവസാനിക്കുകയാണെങ്കിൽ ഈ ബന്ദികളെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരാനെങ്കിലും ഇസ്രായേൽ സൈന്യത്തിന് കഴിയണം. അത് കഴിയാത്രത്തോളം കാലം ഹമാസ് ശക്തമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ഹമാസിനെ തീർക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ നീക്കങ്ങളും വലിയ തലവേദനയും വലിയ തിരിച്ചടിയുമാവുകയാണ്. ലോകത്തിന് മുമ്പിൽ ആ വിഷയത്തിൽ നാണം കെട്ട് നിൽക്കുന്ന, തല കുനിച്ച് നിൽക്കുന്ന നെതന്യാഹുവിനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇത്രയധികം ആളുകൾ, ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവർ കാണാതായിട്ടുണ്ട് ഗസയിലെന്നാണ് പറയുന്നത് പുതിയ കണക്കുകൾ. അപ്പോൾ അത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും ഹമാസിനെ അവസാനിപ്പിക്കാനോ ഈ പറയുന്ന ബന്ദികളെ തിരിച്ചു കൊണ്ടുവരാനോ കഴിയാത്ത നെതന്യാഹുവും IDF-ഉം ഒരു വലിയ പരാജയത്തിൻ്റെ കൊടിയടയാളമായി നിലനിൽക്കുകയാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര ലോകം അല്ലെങ്കിൽ ലോക സമൂഹം വിലയിരുത്തുന്നത്.